ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 2 ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെയാണ്. ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് സീഡ്ലെസ് ലെമൺ, ഒന്ന് ബുഷ് ഓറഞ്ച്. നമുക്ക് വീട്ടിലെല്ലാവർക്കും അത്യാവശ്യം ഉണ്ടാകേണ്ട സംഭവമാണ് ഇത്. ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, സിമെൻറ്റ് ചട്ടിയിൽ. പറമ്പ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചാൽ നല്ല വെയിൽ വേണം. പിന്നെ നല്ല ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഈ സീഡ്ലെസ് ലെമൺ വാങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. വാങ്ങിയപാട് ഒരെണ്ണുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്. ചെറിയ കായും ഉണ്ട്, വലുതാകുന്നതൊക്കെ ഉണ്ടാകും. ചെറുനാരങ്ങനെയൊക്കെ കുറച്ചും കൂടി വണ്ണം വെച്ചിത് പെട്ടെന്ന് വലുതാകുന്നുണ്ട്. ഇതാ അവിടെയൊക്കെ ഉണ്ടാവുന്നേ മധുര നാരങ്ങൻ്റെ അതേ വലിപ്പമില്ല, അതിൻ്റെ ഉള്ളം കയറി. ഇനിയും ഇത് വണ്ണം വെക്കും, പഴുത്തിട്ടില്ല. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ യൂസ് ചെയ്യാവൂ, എന്നാലേ നീര് കിട്ടുള്ളൂ. നല്ല അടിപൊളി സംഭവം. ഞാനിനി മെയിനായിട്ട് ചാണകവും കള്ളപ്പിണ്ണാക്കെല്ലാം ഇട്ട് കൊടുക്കൽ. പിന്നെ ഇതാ ഈ വേസ്റ്റ് മീനിൻ്റെ ഇറച്ചിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ടത് ഇങ്ങനെ മൂടി വെക്കും. ഒരു മണമൊന്നുമില്ല, നല്ലോണം മണ്ണ് നീക്കം ചെയ്തിട്ട് മൂടി കൊടുത്താൽ മതി. എങ്കിൽ തന്നെ ആ ഒരു സംഭവം ഇടുന്നേരാന്ന് തോന്നുന്നത്. എനിക്ക് കായ് കുറച്ചും കൂടി നല്ല വലിപ്പമായി കിട്ടുന്നതായിട്ട് തോന്നിയത്. വളരെ ഉപകാരപ്പെട്ട. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ വളർത്തണം. അടിപൊളി സംഭവമാണ്. കണ്ട ചെറിയ കായെല്ലാം കണ്ട അടിപൊളിയാണിത്. മാത്രമല്ല നമുക്കുള്ളൊരു പുറമേ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ലല്ലേ വീട്ടിൽ ഇതെല്ലാം ഉണ്ടാകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വളരെ ജൈവ സ്ലേറിയോ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. അത് ചാണകവും പിന്നെ കടലപ്പിണ്ണാക്കും മറ്റേ കഞ്ഞിവെള്ളമെല്ലാം പുളിപ്പിച്ച വെള്ളം അത് ഒഴിച്ചെടുത്താൽ നല്ല കായ പിടുത്തമുണ്ടാവും. കണ്ട ഇവിടെയുണ്ട് ചെറിയ കായകളുണ്ട്, പൂക്കൾ പക്ഷേ മഴയാണ്ട് അഴുകിയിട്ടാണ്, പിന്നെ കായായിട്ടാണ് കാണുന്നത്. ഇതേപോലെ തന്നെ ബുഷ് ഓറഞ്ച് ചൈനീസ് ബുഷ് ഓറഞ്ചോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ചൈനീസ് എല്ലാം തോന്നുന്നു. സാധാ ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഇത് വാങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ 3 വർഷമായി. വാങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു സമയം പോലും ഇതിന്മേൽ കായയില്ലാത്തില്ല. ഡെയിലി എന്നും നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള കായയിലുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ഇത് അധികം വലിപ്പം ഉണ്ടാവില്ല, പക്ഷേ എങ്കിൽ നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് നാരങ്ങൻ്റെ. ഉള്ളിലെല്ലാം നാരങ്ങ ഓറഞ്ച് മുറിച്ച പോലെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുവെണ്ണ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകും. കായ നിറയെ മുട്ട വരുന്നുണ്ട്, പൂവുണ്ട്, മുട്ടുണ്ട്, കായ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്ന് പറിച്ചിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു പാട്ട വെള്ളത്തിൽ ഒഴിക്കുക. കുറച്ച് കല്ലുപ്പ, ഉപ്പൊടിയ എന്തെങ്കിലും അതുകൂടെ കുടിക്കുക. അടിപൊളിയാണ്. കാരണം നമുക്ക് ക്ഷീണത്തിനുള്ള വളരെ ഉപകാരപ്പെട്ടതാണ്. ഭയങ്കര ക്ഷീണത്തിരിക്കില്ല നമ്മൾ. ആ സമയത്ത് ഇതൊന്ന് കഴിച്ച് നോക്കി നിങ്ങൾ, നല്ലൊരു എനർജി കിട്ടുമല്ലോ ഉണ്ടാകാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ വീട്ടിൻ്റെ മുമ്പാകത്താണ് ഇനി പ്രത്യേക വളമൊന്നും ഇട്ട് കൊടുക്കില്ല. ജൈവ സ്ലേറിന് കൂടുതൽ വെച്ചത് പിണ്ണാക്ക് പൊളിപ്പിച്ച വളം തന്നെ കൂടുതൽ യൂസ് ചെയ്യാൽ. വേറെ കാര്യമായിട്ടൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും എപ്പോഴും ഉണ്ടാവും. ഓക്കേ.